എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വ്യക്തികളിലും സഭയിലും സമൂഹത്തിലും എങ്ങനെയാണ് നിഴലിക്കുന്നത്, കാണുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 42 മുതൽ 47 വരെയുള്ള ഭാഗത്തെ ആസ്പദമാക്കി നമുക്ക് ധ്യാനം ആരംഭിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 42 മുതൽ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പെന്തക്കോസ്ത് നാളിൽ വിശുദ്ധ പത്രോസിൻ്റെ പ്രസംഗം കേട്ട 3000-ഓളം ആളുകൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. പാപമോചനവും പരിശുദ്ധാത്മദാനവും അനുഭവമായി 120 പേരുണ്ടായിരുന്ന സംഘം എണ്ണത്തിലും അനുഭവത്തിലും വർദ്ധിച്ചു. സഭയുടെ കൂട്ടായ്മയിലാണ് വിശ്വാസികൾ വളരുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ശക്തിപ്പെടുന്നതും അങ്ങനെയാണ്. ആ കൂട്ടായ്മയിൽ നിന്ന് അന്യപ്പെട്ട ജീവിതം ഒരിക്കലും ഒരു ക്രിസ്തീയ ജീവിതമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പേരുകൊണ്ടാവാം, അനുഭവം കൊണ്ട് ഒരിക്കലും അങ്ങനെ ആവില്ല. അതുകൊണ്ടാണ് സഭ ഒരു സംഘടനയല്ല, ഒരു സമൂഹമാണെന്ന് പറയുന്നത്. സംഘടനാപരമായ പല വശങ്ങളും അതിനുണ്ടെങ്കിലും അത് ഒരു സംഘമാണ്. പെന്തക്കോസ്ത് നാളിലാണ് സഭ ജന്മം കൊണ്ടത് എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ്, വ്യക്തമായി പറഞ്ഞാൽ അബ്രഹാം പിതാവിന് ലഭിച്ച ദൈവവിളിയോടെ സഭ ആരംഭിച്ചു എന്ന് പറയാം. പരിശുദ്ധാത്മദാനം ലഭിച്ചത് പെന്തക്കോസ്ത് നാളിലാണ്. അതാണ് പെന്തക്കോസ്തിൻ്റെ പ്രാധാന്യം. സഭാസമൂഹത്തിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ സ്വഭാവവും ഒക്കെ എങ്ങനെയാണ് എന്ന് ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ആദ്യത്തെ ഒരു കാര്യം, സഭ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിശ്വാസ സമൂഹം എന്ന് പറയുന്ന പഠിക്കുന്ന സമൂഹമാണ്, ലേണിംഗ് കമ്മ്യൂണിറ്റിയാണ്. 42-ാം വാക്യത്തിൽ അതാണ് നമ്മൾ വായിക്കുന്നത്. സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന ആളുകൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചു. അപ്പോൾ അവരുടെ ഉപദേശം കെരിഗ്മ എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം ആദിമസഭയിൽ വിശുദ്ധ വേദം, അതായത് നമ്മൾ ഇന്ന് വായിക്കുന്ന പുതിയ നിയമഗ്രന്ഥങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ലല്ലോ, പഴയ നിയമമാണ്. അവർ കേട്ടുകൊണ്ടിരുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളാണ്. അത് ക്രോഡീകരിച്ചാണ് പിന്നീട് കെരിഗ്മ എന്ന തരത്തിൽ പഠനങ്ങളും ധ്യാനവും ഒക്കെ നടന്നത്. ഇവർ പഠിക്കുന്ന സമൂഹമായിരുന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് പഠിക്കുന്ന സമൂഹമാണ് സഭ. പെന്തക്കോസ്ത് നാളിൽ വിശുദ്ധ പത്രോസിൻ്റെ ക്രിസ്തു കേന്ദ്രിതമായ പ്രസംഗത്തെ തുടർന്ന് സ്കൂളും ആരംഭിച്ചു. അപ്പോസ്തലന്മാർ, അധ്യാപകരും വിശ്വാസ സമൂഹം വിദ്യാർത്ഥികളും. ആത്മനിറവുള്ള 3000 വിദ്യാർത്ഥികളെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. സകല സത്യത്തിലും വഴി നടത്തുന്നതാണ്. തിരുവചനത്തോട് ആഭിമുഖ്യമുള്ള സമൂഹമാണ് സഭ. ദൈവാത്മാവാണ് ദൈവജനത്തെ തിരുവചനത്തിന് വിധേയരാകുവാൻ നയിക്കുന്നത്. ജോൺ സ്റ്റോട്ട്, അദ്ദേഹം സുപ്രസിദ്ധനായ കൺവെൻഷൻ പ്രസംഗകനായിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞ ഒരു സെൻറ്റൻസ്, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ലീഡ്സ് ദ പീപ്പിൾ ഓഫ് ഗോഡ് ടു സബ്മിറ്റ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവജനത്തെ ദൈവവചനത്തിലേക്ക് ഉള്ള സമർപ്പണം നൽകി അതിലേക്ക് നയിക്കുന്നു എന്നതാണ്.
കേരളത്തിലുണ്ടായിരുന്ന മലങ്കര സഭയുടെ ചരിത്രം ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഒരു കാലത്ത് സാധാരണക്കാർക്ക് അപരിചിതമായ സുറിയാനി വേദപുസ്തകമായിരുന്നു അന്ന് കേരളത്തിലുണ്ടായിരുന്ന സഭയിലുണ്ടായിരുന്നത്. ഒട്ടുമിക്ക ആളുകൾക്ക് സുറിയാനി അറിഞ്ഞുകൂടാ. അച്ഛന്മാരെ സുറിയാനി അറിയാവുന്നവർ വരും, അത് ചൊല്ലും, ചിലപ്പോൾ പ്രാർത്ഥിക്കും, തിരിച്ചു പോകും. ആളുകളൊക്കെ ഇങ്ങനെ വെറുതെ വായും ഇരിക്കുക, ഒന്നും മനസ്സിലാവില്ല. വൈദികർക്ക് പോലും സുറിയാനിയിൽ അത്ര പാണ്ഡിത്യമൊന്നും ഉണ്ടായിരുന്നു എന്നത് ഉറപ്പില്ല. എന്നാൽ അതിൻ്റെ ഫലം സഭ നിർജീവമായി പോയി. അങ്ങനെ 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വന്ന പാശ്ചാത്യ മിഷണറിമാർ സഭയുടെ ദുസ്ഥിതി മനസ്സിലാക്കി തിരുവചനം സാധാരണക്കാർക്ക് കൂടെ സുഗ്രാഹ്യമാകും വിധം മാതൃഭാഷയിൽ വിവർത്തനം ചെയ്ത് അച്ചടിപ്പിച്ച് വിതരണം ചെയ്തു. മാതൃഭാഷയിൽ ദൈവവചനം ലഭിച്ചതാണ് മലങ്കര സഭയിലെ നവീകരണത്തിന് ദൈവം ഉപയോഗിച്ച മുഖാന്തരം. അതുകൊണ്ട് എവിടെ തിരുവചന പഠനത്തിന് പ്രാധാന്യം നൽകുമോ അവിടെ സഭ വളരും. പരിശുദ്ധാത്മാവാണ് ഇതിന് വിശ്വാസ സമൂഹത്തെ സഹായിക്കുന്നത്. പഠനം മുരടിച്ച ക്രിസ്തീയ സമൂഹത്തിന് ഏതോ സാരമായ തകരാറുണ്ട് എന്ന് നമുക്ക് പറയാം. പരിശുദ്ധാത്മ നിറവുള്ള സമൂഹം പഠിക്കുന്ന സമൂഹമാണ്, തിരുവചനം പഠിക്കുന്ന സമൂഹമാണ്. ദൈവവചനം പഠിക്കാൻ സഭ സന്നദ്ധമാകാത്തിടത്തോളം കാലം സഭയ്ക്ക് വളർച്ച ഉണ്ടാവില്ല. ഒരു ആത്മീയമായ നിലനിൽപ്പിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് പഠിക്കുന്ന സമൂഹം, ദൈവവചനം പഠിക്കുന്ന സമൂഹമായി സഭയും കുടുംബവും മാറണം. പണ്ടൊക്കെ കുടുംബങ്ങളിൽ പോലും നമുക്കറിയാം, പ്രായമുള്ളവർ വേദപുസ്തകം വായിച്ച് കുഞ്ഞുങ്ങൾക്കും മറ്റുള്ളവർക്കുമൊക്കെ അത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു കുടുംബ പ്രാർത്ഥനകളിൽ. അതൊക്കെ എത്രയോ ശ്രേഷ്ഠമായ അനുഭവങ്ങളാണ്. ഇന്ന് അതൊന്നുമില്ല. ഇത് വേണമെങ്കിൽ സഭയുടെ ഭരണഘടന പഠിക്കും, അത് വായിക്കും. ആൾ ചെയ്യുന്നത് ശരിയാണോ, മേൽപ്പട്ടക്കാരൻ ചെയ്യുന്നത് ശരിയാണോ, പട്ടക്കാരൻ ചെയ്യുന്നത് ശരിയാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ വിമർശിക്കേണ്ടതിന് വേണ്ടി ചിലപ്പോൾ ഭരണഘടന പഠിച്ചു എന്ന് വരും. ദൈവവചന പഠനത്തിൽ നിന്ന് സഭ എന്ന് പിന്മാറുന്നുവോ അല്ലെങ്കിൽ വ്യതിചലിച്ചു പോകുന്നുവോ അത് സഭയുടെ സാക്ഷ്യത്തിനും വളർച്ചയ്ക്കും ഒരുപാട് വിഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഒരു വിശ്വാസി ക്രിസ്തു എന്ന തലയോളം വളരാൻ പര്യാപ്തമായ ഭക്ഷണമാണ് തിരുവചനത്തിലൂടെ ലഭിക്കുന്നത്. രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്ന ഒരു ഉപദേശമാണ്. ദൈവവചനമാണ് ജീവിതത്തിൻ്റെ വഴികാട്ടി. അത് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കണം. അതുമാത്രമല്ല, സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുവാൻ സഹായിക്കുന്നതും ദൈവവചനമാണ്. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം, പഠിക്കാൻ ശ്രമിക്കാം. ആരും വേദപുസ്തകം വായിക്കരുത്, എല്ലാവരും വേദപുസ്തകം പഠിക്കണമെന്ന് ഒരിക്കൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്. ദൈവവചനം പഠിച്ച് ധ്യാനിപ്പാൻ നമുക്ക് കുറച്ചും കൂടെ ശുദ്ധി വരുത്താൻ സാധിക്കും. നമ്മുടെ സമർപ്പണത്തെ പുതുക്കാൻ നമുക്ക് സാധിക്കും. ദൈവവചനം ദിനംതോറും നമ്മുടെ ഉപദേശകനായി വഴികാട്ടിയായി കൂടെയുണ്ട്. ഇന്നത്തെ പകൽക്കാലം ദൈവവചന അടിസ്ഥാനത്തിൽ ജീവിപ്പാനും പ്രവർത്തിപ്പാനും നമുക്ക് സാധിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ്യമായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഒരു വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം അത്ഭുതകരമായി നടത്തിയ ദൈവത്തെ നന്ദിയോടെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വീണു പോകാതെ അവിടുന്ന് കാത്ത് സൂക്ഷിച്ചു. നിലംപരിചായി പോകാതെ ഞങ്ങളെ താങ്ങിയല്ലോ. നന്ദിയോടെ സ്തോത്രം. വീണുപോകാമായിരുന്ന, പട്ടുപോകാമായിരുന്ന എത്രയോ അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നെങ്കിലും ഞങ്ങളെ കരുതി അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ ആലോചന നൽകണമേ, കൃപ നൽകണമേ. ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത ഞങ്ങൾക്ക് നൽകണമേ. കുറവുകൾ ക്ഷമിക്കണമേ, ബലപ്പെടുത്തണമേ. ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരുണ്ട്. മധുരതരമായ ജീവിതാനുഭവങ്ങളെ അയവിറക്കുന്ന എല്ലാവരെയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ കരുണ കൂടി ഇരുന്ന് വഴി നടത്തണം.
പ്രഭാതം മുതൽ പ്രദോഷം വരെയും അടിയങ്ങളെ കാക്കണം. യേശു മിശിഹായുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുതലും കാവലും കൃപയും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.